ഓക്കെ. ഞാൻ ഇവിടെ നിന്നൊരു കോൾ സൈഡിലോട്ട് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഓക്കെ, കോൾ സൈഡിലോട്ട് എൻട്രി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കുക. ആ, ഈ ഏരിയയിൽ നിന്ന് ഓക്കെ, മാർക്കറ്റ് എന്താ ചെയ്തത്? നിറയെ റീറ്റെയിൽ ആയിട്ടുള്ള ഇതാണ് ഹ്യൂജ് പ്രീവിയസ് ഡേ ഹൈക്ക് എബോവ്. ഓക്കെ, പ്രീവിയസ് ഡേ ഹൈക്ക് എബോവ് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം കണ്ടിന്യൂ താഴ്ത്തു വന്ന് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു. അതായത് ഈ ഏരിയ ഒന്ന് സപ്പോർട്ട് എടുക്കുന്ന പോലെ കാണിച്ചു, അവരെ ഒന്ന് റിമൂവ് ചെയ്ത് അതിനുശേഷം മുകളിൽ പോവാം. പക്ഷേ ഈ ഏരിയയിൽ നിന്ന് എനിക്കൊരു എൻട്രി പോസിബിൾ ആയിരുന്നു, ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി പോസിബിൾ ആയിരുന്നു, ബട്ട് ഞാൻ അവോയ്ഡ് ചെയ്തു. അതിനുള്ള പിന്നെ റീസൺ, പ്രീവിയസ് ഡേ ക്ലോസ് തൊട്ട് മുകളിലുണ്ട്. അതൊരു ഇൻട്രാഡേ ലാസ്റ്റ് ഡേയിൽ ഇൻട്രാഡേ റെസിസ്റ്റൻസ് സോണും കൂടിയാണ്. ഓക്കെ, ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് സോണായിട്ട് ലാസ്റ്റ് ഡേ ആക്ട് ചെയ്താണ്. സോ അവിടെ നിന്നൊരു സെൽ ഓഫ് ഉണ്ടാകും. ഓക്കെ, ആ സെൽ ഓഫ് വന്നതിന് ശേഷം ഉണ്ട് നോക്കി, ഈ ഏരിയയിൽ ഞാൻ ഇതിന് മുകളിൽ ബൈ ചെയ്യാനായിട്ടായിരുന്നു ഒരു പ്ലാൻ. ഓക്കെ, ഇതിന് മുകളിൽ ബൈ ചെയ്യാനായിട്ടായിരുന്നു ആദ്യത്തെ പ്ലാൻ, ബട്ട് മാർക്കറ്റ് എന്താ ചെയ്തത്? ഒരവസരം തന്നില്ല. ഓക്കെ, അതിന് മുന്നേ തന്നെ ക്വിക്കായിട്ട് ഓക്കെ പിന്നെയും ഈ ഈ ഇതിന് മുകളിലൊക്കെ ബൈ ചെയ്തവരെയൊക്കെ ഓക്കെ, ഫിബൊനാച്ചി ബേസ് ബൈ ചെയ്തവരെയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ ലാസ്റ്റ് ടൈം പറഞ്ഞത് എൻ്റെ ഒരു ഈ ഏരിയയിൽ കണ്ടീഷൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. എക്സാക്ട് വന്നു അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് ഒരു മൂവ് തരാം, ബട്ട് തൊട്ട് മുകളിൽ തന്നെ തൊട്ട് നല്ലൊരു റെസിസ്റ്റൻസ് ഉള്ള പ്രീവിയസ് ക്ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. അവിടെ സെല്ലിങ് വീക്ക് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അവിടെ ഈ ഏരിയയിൽ ഇതിന് വീക്കായി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഈ വന്ന സെല്ലിംഗ് ഒരല്പം ഇവിടെ വീക്ക് ആയിരുന്നു. ഓക്കെ, ഈ ഒരു ക്യാൻഡലിന് ഇതിന് മുകളിൽ ഓക്കെ, ഇതിന് മുകളിലൊക്കെ നമുക്ക് ബൈ ചെയ്യാമായിരുന്നു, ബട്ട് അതിന് ഒരു ഓപ്പർച്യൂണിറ്റി തരാണ്ട് ക്യുക്കായിട്ട് താഴ്ത്തു വന്നു. ക്യുക്കായിട്ട് താഴ്ത്തു വന്നതിന് ശേഷം ലാസ്റ്റ് ഡേ ഒരു സപ്പോർട്ട് സോൺ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് സോൺ ഓക്കെ, ഈ ഒരു സപ്പോർട്ട് സോണാണ്. ഈ ഒരു സപ്പോർട്ട് സോണിനെ വന്ന് വലിയ സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽസ് ആണ് വന്നുള്ള സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽസ് ആണ്. ഇത് സപ്പോർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ഒരു വലിയൊരു ക്യാൻഡിൽ, അതിനുശേഷം ഇതൊരു വലിയൊരു ഇൻഡിസിഷൻ എന്നല്ല, ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ടൈപ്പ് ക്യാൻഡിൽ. ഇവിടെ എവിടെയോ ഒരല്പം ബയേഴ്സ് വന്നതുപോലെ, ബട്ട് ഞാൻ ഈ ക്യാൻഡിൽ ഈ റെഡ് ക്യാൻഡിൽ മുകളിൽ ഞാൻ ഒരു എൻട്രി ഇടുകയാണ് ചെയ്തത്. 224 ഓക്കെ, ഇതിന് മുകളിൽ എൻട്രി ഇടുകയാണ്. ഇതിനുശേഷം ഒരു പുഷ് തന്നു, ബട്ട് ഇവിടെ സെല്ലേഴ്സ് പിന്നെ ആക്റ്റീവ് ആണ്. ഓക്കെ, സെല്ലേഴ്സ് ഇനിയും വരും. ഓക്കെ, വരാം. ക്വിക്കായിട്ട് തന്നെ എസ്സിൽ ഹണ്ട് ചെയ്യാം. അതർവൈസ് ഇവിടെ ടൈം പാസ് ചെയ്ത സെല്ലേഴ്സ് ഈ ഏരിയയിൽ ടൈം പാസ് ചെയ്താൽ, അതായത് ഈ ഏരിയയിൽ വന്ന് ടൈം പാസ് ചെയ്താൽ ഓക്കെ, ഇങ്ങനെ ടൈം പാസ് ചെയ്താൽ മാർക്കറ്റ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് പോകാനായിട്ട് നല്ല സാധ്യതയുണ്ട്. ബട്ട് ഈ ഡേ ഹൈ വരെയൊക്കെ പോകാതിരിക്കും. പക്ഷേ ഇത്രയും നമ്മൾ ക്യാച്ച് ചെയ്യത്തില്ല, ആരും ക്യാച്ച് ചെയ്യത്തില്ല ഇത്രയൊന്നും. ഞാൻ ഈ ഏരിയയിലെല്ലാം അതിൻ്റെ ക്വാണ്ടിറ്റീസ് എല്ലാം കുറച്ച് എക്സിറ്റ് ചെയ്യും, ബിക്കോസ് ഈ ഏരിയയിൽ നിന്നൊരു പുഷിംഗ് താഴത്തോട്ടുണ്ടാവും. ബിക്കോസ് ഈ ഏരിയയിൽ പിന്നെയും വന്ന് ടൈം പാസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, പ്രീവിയസ് ഡേ ക്ലോസ് ആണ്, ഇവിടുന്ന് എക്സാക്ട് ഈ ഏരിയയിൽ നിന്ന് സെല്ലിംഗ് പിന്നെയും വന്ന ഏരിയ ആണ്. ഇവിടുന്ന് നിറയെ സെല്ലേഴ്സ് ഈ ഏരിയയിലുണ്ട്. പക്ഷേ അവരുടെ എസ് എൽ എല്ലാം ഇതിന് മുകളിലായിരിക്കും ഈ ഏരിയയിൽ. ഓക്കെ, ഇതിന് മുകളിലായിരിക്കും. ഓക്കെ, സോ ഈ ഏരിയ വരെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ച് ഈ ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്കൊരു പാനിക്കായിട്ട് അവർക്ക് എക്സിറ്റ് ആകേണ്ട അവസ്ഥ വരും. ഓക്കെ, അവർക്ക് പാനിക്കായിട്ട് എക്സിറ്റ് ആവേണ്ടി ഒരു വലിയ വലിയ ക്യാൻഡിൽസ് ഉണ്ട്. സോ അങ്ങനെ ഒരു വരികയാണെങ്കിൽ നല്ലൊരു മൂവ് നമുക്ക് മുകളിലോട്ട് കിട്ടും. അതർവൈസ് ഞാനിപ്പോൾ ഒരു ഹാഫ് ക്വാണ്ടിറ്റിയാണ് എടുത്തേക്കുന്നത്. ഇവിടുന്ന് ഒരു പുഷ് തരികയാണ്, ഞാൻ എൻ്റെ ഫുൾ ക്വാണ്ടിറ്റി ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും. എനിവേ, നമുക്ക് നോക്കാം ഇനി എന്താ സംഭവിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇവിടുന്ന് എൻട്രി എടുത്തതിന് ശേഷം നിയർലി 10:57 എൻട്രി. അതിന് ശേഷം ഇപ്പോൾ സമയം 1:20 ആയി. ഓക്കെ, ഇപ്പോഴാണ് ഈ മാർക്കറ്റ് ഉള്ളിയൊരു സൈഡ് വേസ് പോയതിനു ശേഷം ഇവിടെ സെലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് അവർ ഹ്യൂജ് ആയിട്ട് ഇപ്പം ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ഇതിൽ നിയർലി എനിക്കൊരു 50 പോയിന്റിന്റെ ഇപ്പൊ പ്രീമിയം, അതായത് ഈ ഏരിയയിൽ നിന്ന് ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റ് വലിയൊരു മൂവ് എനിക്ക് തന്നില്ല, ജസ്റ്റ് ഔട്ട് ഓഫ് ദ മണി ആയതുകൊണ്ട്. സോ ഒരു അറ്റ് ദ മണി ആയത് ഇപ്പോൾ ഈ ഏരിയയിൽ 60 പോയിന്റിൽ എനിക്ക് എക്സിറ്റ് ആകാറുണ്ട്. ബിക്കോസ് മാർക്കറ്റ് ഇപ്പം ലാസ്റ്റ് ഡേ ഞാൻ ഇതേപോലെ സെയിം അപ്ഡേഷൻ പറഞ്ഞു, മാർക്കറ്റ് ഇതേപോലെ വലിയൊരു ക്യാൻഡിൽ തന്ന് ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ നോക്കുക. അതർവൈസ് ഈ ഏരിയയിൽ വന്നാൽ മാർക്കറ്റ് പിന്നെയും താഴ്ത്തു വരാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ലോസസിന് 30 പോയിന്റിൽ നിന്നുള്ള ലോസസിന് ഒരു 10-15 പോയിന്റിനുള്ളിൽ ഞാൻ ഒഴിവാക്കും. ഓക്കെ, മൂവ് ഉണ്ട്, ഇപ്പോഴാണ് സ്പൈക്ക് ആയത്. ഓക്കെ, സ്പൈക്ക് ആയി ഇനി മുന്നോട്ട് പോയാൽ ഓക്കെ, അതർവൈസ് ഓക്കെ 50 പോയിന്റ് ആയി. ഓക്കെ, താഴത്തോട്ടാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ ഈ ഇതേപോലെ ഒരു മൂവ് ഒക്കെ വരും. പക്ഷെ ഇതേപോലെ ഒരു സ്പൈക്ക് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കാതെ എത്രത്തോളം ഉണ്ടാവും അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നൊന്നും ആർക്കും ഒന്നും പെർഫെക്ഷൻ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല, ആരെ കൊണ്ടും പറയാൻ പറ്റില്ല. ഓക്കെ, എക്സാക്ട് ഈ ഒരു ഏരിയയിൽ ഈ സോണിൽ ഫ്രഷ് സെലേഴ്സ് വന്നു. അവിടെ ഇനി സെലേഴ്സിന്റെ എസ് എൽ ഉണ്ട്, ഈ ഏരിയയിൽ എസ് എൽ ഉണ്ട്. ഇവരൊക്കെ ഔട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലോട്ട് പോകണം. ഓക്കെ, ഇതിന് മുകളിൽ പോയെങ്കിൽ അവർ ഔട്ട് ആവുകയുള്ളൂ. വെയിറ്റ് ചെയ്യാം, മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 1:2 എങ്കിലും ക്യാച്ച് ചെയ്യണം, അല്ലാതെ നമ്മൾ കാര്യമില്ല.
ഓക്കെ. ക്വിക്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. അത് 60 പോയിന്റിന്റെ ക്വിക്ക് ആയിട്ട് ഈ ഒരു മൂവിൽ സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, വെയിറ്റ് ചെയ്യാണ്. നോക്കാം. 1:1 അതായത് 30 പോയിന്റിന്റെ ഇതിലൂടെ ഈ ഏരിയയിൽ ഞാൻ ഇതിനെ ഇത് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കാം. ഇനി ജസ്റ്റ് ഇതിന് മുകളിൽ, ഓക്കെ, ഇതിന് മുകളിൽ ഒരു മൂവ് തരുമോ ഇല്ലെന്ന് അറിയാം. ബിക്കോസ് ഇത് പ്രീവിയസ് ഡേ ക്ലോസ് ആണ്. ഓക്കെ, ഇപ്പൊ ഈ സെല്ലേഴ്സ് എല്ലാം പാനിക്കാണ്. ഓക്കെ, ഈ ഏരിയയിലെ സെല്ലേഴ്സ് എല്ലാം പാനിക്കായി. ഇവരെല്ലാം ഔട്ടാണ്. ഈ ഏരിയയിലുള്ളവർ ഔട്ടാണ്. അപ്പൊ ഈ ഫ്രഷ് ആയിട്ട് വന്നവർക്ക് ഇതിന് മുകളിൽ അവർ പോയി കഴിഞ്ഞാൽ, ഇതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ, ഓക്കെ, ഇതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ അവരൊന്ന് ഔട്ടാകാൻ സാധ്യതയുണ്ട്. സോ അവർക്ക് ഒരു എസ് കൊണ്ട് ഈ ഒരു കുറച്ചുകൂടി ഒന്ന് ഈ ഒരു റേഞ്ച് വരെയൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ഹിറ്റും ഇവിടുന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തൊക്കെയാലും ഞാൻ അധികം നേരം നിൽക്കുന്നില്ല. ഞാൻ ഇവിടുന്ന് എക്സിറ്റ് ആകുകയാണ്. ഓക്കെ, നീല നല്ലൊരു പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, ഡൺ. ഓക്കെ, നിയർലി 335. ഓക്കെ, അതായത് 110 പോയിന്റ്. ഓക്കെ, ഇത് മതി, ഇനഫാണ്. അപ്പോൾ 242 പോയിന്റ്സ് ഞാൻ ലൈവായിട്ട് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പോട്ടെ, ഇനി എത്രത്തോളം പോകാനും നല്ല നല്ല ഈ ഈ ഒരു ഏരിയ വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. ഞാൻ 100% ഒന്നും ഒരു കാര്യത്തിലും പറയത്തില്ല. എൻ്റെ സ്റ്റോപ്പ് ലോസസ് ഹിറ്റ് ആവുന്ന സമയത്ത് ഞാൻ പറയുന്ന അപ്പോഴും എൻ്റെ അതേ സെയിം സെറ്റപ്പിലാണ് വരുന്നത്. സ്റ്റോപ്പ് ലോസസ് ഹിറ്റ് ആവും, മാർക്കറ്റിൽ ടാർഗറ്റ്സും ഹിറ്റ് ആവും. ഓക്കെ, അപ്പം ഇപ്പം എന്താ പറയുക, കുഴപ്പമില്ല. കഴിഞ്ഞ ഒരു നാല് നാല് ട്രേഡിന്റെ, ഓക്കെ, ലാസ്റ്റ് ടൈം എൻ്റെ ടാർഗറ്റ് ഹിറ്റ് എനിക്ക് അത് ഫുള്ളിൽ എക്സിറ്റ് ആയില്ല. 1:1 ഞാൻ എക്സിറ്റ് ചെയ്തത്. സോ ഇനഫാണ്. 1:3.5 ക്യാച്ച് ചെയ്യാൻ പറ്റി. 1:3.5, 1:4 എക്സിറ്റ് ആയാലും ബട്ട് ഇനഫാണ്. എനിക്ക് തോന്നി ഇതിന് മുകളിലോട്ട് സ്പൈക്ക് തരും. അതിനുശേഷം ടൈം പാസ് ചെയ്താൽ മേ ബി താഴ്ത്തു വരാൻ സാധ്യതയുണ്ട്. സോ ഇനഫ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു. ലൈവായിട്ട് നിങ്ങൾക്ക് പല പല കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ട്രേഡിംഗ് ആരെയും ആർക്കും പഠിപ്പിക്കാൻ പറ്റില്ല. ട്രേഡിംഗ് ആരെയും പഠിപ്പിക്കാൻ പറ്റില്ല. അത് ആദ്യം മനസ്സിലാക്കിയെടുക്കുക. ട്രേഡിംഗ്, ഓക്കെ, ട്രേഡിംഗ് എന്ന് പറയുന്ന സാധനം ആർക്കും പഠിപ്പിക്കില്ല. പക്ഷെ ട്രേഡിംഗ് പഠിക്കാൻ പറ്റും. നമ്മൾ നമ്മുടേതായിട്ടുള്ള പേഷ്യൻസ്, നമ്മുടേതായിട്ടുള്ള എഫേർട്ട്, ഓക്കെ, ഇതെല്ലാം കൊടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് നമുക്ക് അതിന്റെ റിട്ടേൺ തരും. ഓക്കെ, മാർക്കറ്റ് തരുന്ന റിട്ടേൺ ആണ്. ഞാൻ എന്റെ ടാർഗറ്റിൽ ചെയ്തു. ഞാൻ ഇവിടെ എന്റെ ടാർഗറ്റിൽ ഞാൻ എക്സിസ്റ്റ് ചെയ്തു. ഓക്കെ, ഇതിന് മുകളിൽ ചെയ്തു. മാർക്കറ്റ് ഇനിയും മുകളിലോട്ട് പോകുന്നുണ്ട്. ബട്ട് അതിനൊന്നും കാര്യമില്ല. മാർക്കറ്റ് പോകാൻ പോകാതിരിക്കുക. എന്ത് വേണമെങ്കിലും ചെയ്യും. ഇവിടുന്ന് 500 പോയിന്റ് പെട്ടെന്ന് തന്നെ താഴ്ത്തും വരാം. ഓക്കെ, എന്താണ് മാർക്കറ്റ്, ബട്ട് നമ്മൾ നമ്മുടെ പ്രോസസ്സിനെ വിശ്വസിച്ച് എൻട്രി എടുക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാനുള്ള ആഗ്രഹിക്കുന്നത്, നോക്ക്, ഞാൻ ഈ ക്യാൻഡിലിനെ ബേസ് ചെയ്താണ് മാത്രമാണ് എൻട്രി എടുത്ത് ഇതിന് മുകളിൽ. ഓക്കെ, ആദ്യമേ ഞാൻ ലാസ്റ്റ് ഡേ വന്ന പോലെ ഇവിടുന്ന് ഞാനൊരു എൻട്രി എന്തുകൊണ്ട് എടുത്തില്ല? ബിക്കോസ് തൊട്ടടുത്ത ഒരു റെസിസ്റ്റൻസ് സോണുണ്ട്. അത് പ്രീവിയസ് ഡേ ക്ലോസും കൂടിയാണ്. സോ അവിടെ നിന്ന് നല്ലൊരു സെൽ ഓഫ് വരാൻ സാധ്യതയുണ്ട്. അത് കണ്ടോ, ക്ലിയർ ഒരു പാറ്റേൺ ആയി. അതിനുശേഷം മാർക്കറ്റ് കണ്ടിന്യൂ ഈ ഏരിയയിലൊക്കെ ഒരു പെർഫെക്റ്റ് എൻട്രി, നമുക്ക് പെർഫെക്റ്റ് എൻട്രി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. എന്നാൽ ഈ ഏരിയ നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒക്കെ നോക്കുക. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതിന് പോയി ക്ലിയർ ആയിട്ട് മാർക്കറ്റ് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് കണ്ടിന്യൂ ഏരിയയിൽ വന്നു, ബ്രേക്ക് ഔട്ട് തന്നു. ഓക്കെ, ഞാൻ 120 പോയിന്റ്സിനടുത്ത് ഞാൻ ഇവിടുന്ന് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇനഫാണ്. ഓക്കെ, എനിവേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ജസ്റ്റ് ഞാനൊന്ന് നിഫ്റ്റിയും കൂടിയൊക്കെ ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, കണ്ടോ, നല്ല മൂവാണ്, നല്ല പോസിബിൾ ആണ്. ഈ നിഫ്റ്റി ഒരെണ്ണം ഉള്ളതുകൊണ്ട് മാത്രമാണ് മാർക്കറ്റിൽ നിന്ന് മൂവ് ആയതുകൊണ്ട്. HDFC ബാങ്കുകളൊക്കെ ഒന്ന് സ്ട്രോങ് ആയിട്ടുണ്ട്. കോട്ടക് ബാങ്ക് ഒന്ന് സ്ട്രോങ് ആയിട്ടുണ്ട്. സോ നല്ല മൂവ് വരാം, ഇനിയും വരാൻ മൂവ്, പ്രശ്നമില്ല. ഓക്കെ, എനിവേ, നന്ദി, നമസ്കാരം.